നമസ്കാരം. OV ഉഷയുടെ ചെറുകഥ നിലം തൊടാ മണ്ണ്. ഗാഢമായ ഒരു പകലുറക്കത്തിൽ നിന്ന് ശൈലജ ഉണർന്നു. വീടിൻ്റെ ഒരു വശത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കൂറ്റൻ മാവിൻ്റെ ഇലത്തഴപ്പുകളിലുള്ള നാറിയ വേനൽ ചൂട് മുറിക്കകത്തേക്ക് പ്രസരിക്കുന്നു. ദൂരെ എങ്ങോ കരയുന്ന ഒരു കാക്കയുടെ ശബ്ദം നിശബ്ദതയ്ക്ക് ആഴം കൂട്ടുന്നതായി അവൾക്ക് തോന്നി. പൂർണ്ണതയുടെ ഒരു നിമിഷം. ചാരിയ വാതിൽ ആരോ മുട്ടുകയാണ്. അനന്തകൃഷ്ണൻ അല്ലെങ്കിൽ കുമാരൻ. ശൈലജ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. വന്നോളൂ, അവൾ പറഞ്ഞു. വാതിലിൻ്റെ ഒരു പാളി ഒച്ചയില്ലാതെ തുറന്നു. ഇടനാഴിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അനന്തകൃഷ്ണൻ. അകത്തേക്ക് കടക്കാതെ അയാൾ അവിടെ തന്നെ നിന്നു. ഊണൊന്നും വേണ്ടേ അമ്മൂന്? അയാൾ ചോദിച്ചു. മണി 2 കഴിഞ്ഞു. ഞാൻ ഒരുപാട് ഉറങ്ങിയില്ലേ? ശൈലജ എഴുന്നേറ്റു. സാരിഞ്ഞൂറിയൊക്കെ നേരെയാക്കി. ഞാനിതാ വന്നു. അനന്തകൃഷ്ണൻ വാതിൽ പാളി ഒച്ചയില്ലാതെ ചാരി വന്നതുപോലെ പിൻവാങ്ങി. കുമാരൻ്റെ പാചകത്തിൻ്റെ രുചി രാവിലെ അറിഞ്ഞതാണ്. തീരെ കനം കുറഞ്ഞ് ചുവക്കെ ചുട്ടെടുത്ത നല്ല ഒന്നാന്തരം ദോശ. നാളികേരത്തിൽ ഉപ്പും പച്ചമുളകും മാത്രം ചേർത്തരച്ച് കടുകിട്ട് വറുത്തിട്ട കറിവേപ്പില മണക്കുന്ന സ്വാദിഷ്ടമായ ചട്നി. ശൈലജ താൽപ്പര്യപൂർവ്വം ഊണ് കഴിക്കാനിരുന്നു. അനന്തകൃഷ്ണൻ അവളെ കാത്തിരിക്കുകയായിരുന്നു. വിളമ്പാൻ തുടങ്ങിയ കുമാരനോട് അനന്തകൃഷ്ണൻ അന്വേഷിച്ചു. വിക്രമനെ കണ്ടില്ലല്ലോ. മീൻതല തിന്ന് പൂസായിട്ടിരിക്കുക ചട്ടമ്പി, കുമാരൻ പറഞ്ഞു. മുൻവശത്ത് കിടപ്പുണ്ട്. ഊൺമുറിയിൽ അനക്കം കേട്ടാൽ എത്തുക വിക്രമൻ്റെ പതിവാണ്. ഊണ് കഴിഞ്ഞ് കൈ കഴുകി അനന്തകൃഷ്ണൻ സ്വീകരണ മുറിയിലേക്ക് ചെന്നു. ശൈലജയും. വിക്രമൻ തിന്നു വീർത്ത വയറുമായി കൃഷ്ണനിട്ട കസേരയിൽ മലർന്നു കിടന്നുറങ്ങുന്നുണ്ട്. വിളിച്ചിട്ടനങ്ങിയില്ല. അനന്തകൃഷ്ണൻ അരികത്തെ കസാരയിൽ ചെന്നിരുന്ന് അവനെ ഒന്ന് തൊട്ടു. സുഖാലസ്യത്തിൽ കണ്ണു തുറക്കാതെ അവൻ ചെറുതായി ഒന്ന് കുറുകി. ശൈലജ സോഫയിലിരുന്നു കൗതുകത്തോടെ അവരെ നോക്കി. സാരി വാങ്ങാൻ പോണ്ടേ നമുക്ക്? അനന്തകൃഷ്ണൻ ചോദിച്ചു. ഞാൻ വരണോ? ശൈലജ മടി കാണിച്ചു. എനിക്ക് ഇനിയും കിടക്കാൻ തോന്നുന്നു. ബസ്സിൽ വന്നതുകൊണ്ടാണോ അമ്മുന് ഇത്രയും ക്ഷീണം? അനന്തകൃഷ്ണൻ പറഞ്ഞു. പക്ഷേ എനിക്കിതൊന്നും വാങ്ങി പരിചയമില്ല. എനിക്ക് ചേരുമെന്ന് അനന്തുവിന് തോന്നുന്നത് വാങ്ങൂ, ശൈലജ പറഞ്ഞു. പിന്നെ അനന്തുവിന് ഷർട്ടും മുണ്ടും മറക്കണ്ട. കിടന്നുറങ്ങിക്കോ. അനന്തകൃഷ്ണൻ യാത്രയ്ക്കൊരുങ്ങി എഴുന്നേറ്റു. അയാൾ ചോദിച്ചു. അമ്മ ഉറങ്ങുമ്പോൾ ഞാൻ എന്ത് ചെയ്തുവെന്ന് ചോദിച്ചില്ലല്ലോ. എന്ത് ചെയ്തു? രജിസ്ട്രാറെ കണ്ടു. പരിചയക്കാരനെ ഇഷ്ടൻ, അനന്തകൃഷ്ണൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെത്താൻ രാഹാലൊക്കെ നോക്കി. നാളെ കാലത്ത് 10:30 വരാമെന്നേറ്റു. മുഹൂർത്തം നോക്കണമെന്നുണ്ടായിരുന്നോ? അനന്തകൃഷ്ണൻ ചോദിച്ചു. എനിക്കിതിലൊന്നും വിശ്വാസമില്ലാഞ്ഞിട്ടാ. ഞാനത് ഓർത്തില്ലായിരുന്നു, അയാൾ പറഞ്ഞു. ശൈലജയുടെ മുഖത്ത് നിഴൽ പടർന്നു. അനന്തകൃഷ്ണൻ വ്യാകുലതയോടെ അവളെ നോക്കി. മുഖം വാടിയല്ലോ. അച്ഛൻ എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ജാതകപ്പൊരുത്തവും മുഹൂർത്തവും നോക്കിയിട്ടായിരുന്നുവല്ലോ. എന്നിട്ട് എന്തുണ്ടായി? അനന്തകൃഷ്ണൻ്റെ നോട്ടം കൂടുതൽ വ്യാകുലമായി. അയാൾ പറഞ്ഞു. എന്നോട് പറഞ്ഞതോടെ കഴിഞ്ഞതെല്ലാം നീ എനിക്ക് തന്നു. ഒന്നിനെ ചൊല്ലിയും വിഷമിക്കരുത്. അതെല്ലാം എൻ്റെ അനുഭവങ്ങളാണിപ്പോൾ. നിനക്ക് അവകാശമില്ലാത്തത്. ശൈലജ അനന്തകൃഷ്ണനെ നോക്കി മന്ദഹസിച്ചു. അവളുടെ കണ്ണുകളിൽ ഈറൻ തിളങ്ങി. അനന്തകൃഷ്ണൻ്റെ വീട് ഒരുപാട് മുകളിലുള്ള വലിയ വീടായി. എങ്കിലും 2 മുറികളെ അയാൾ ശരിക്കും ഉപയോഗിച്ചിരുന്നുള്ളൂ. കിടക്കാൻ ഒരു മുറി, വായിക്കുവാനും പുസ്തകങ്ങളും കടലാസുകളും സൂക്ഷിക്കുവാനായി മറ്റൊരു മുറി. വായനാമുറിയാണ് അനന്തകൃഷ്ണൻ ശൈലജയ്ക്ക് വിട്ടുകൊടുത്തിരുന്നത്. മുറിയിൽ നിറയെ പുസ്തക ഷെൽഫുകളാണ്. തത്വജ്ഞാനമാണ് അനന്തകൃഷ്ണനെ കൂടുതൽ ആകർഷിക്കുന്നതെന്ന് പുസ്തകങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. അരബിന്ദോ, കൃഷ്ണമൂർത്തി, വെറ്റ് ഹെഡ്, മാർസൽ, ശ്രീരാമകൃഷ്ണൻ, ദേവരാജനും ഗൗരവമുള്ള പുസ്തകങ്ങളാണ് വായിക്കാറുണ്ടായിരുന്നത്. ശൈലജ ഓർത്തു. സാഹിത്യവും രാഷ്ട്രീയവുമായിരുന്നു പ്രിയ വിഷയങ്ങൾ. നല്ല മാസികകളും പുസ്തകങ്ങളും തിരഞ്ഞെടുക്കുവാനും വായിക്കുവാനും ദേവരാജൻ്റെ ശിക്ഷണം കൊണ്ടാണ് ശൈലജ ശീലിച്ചത്. അയൽപ്പക്കത്തെ ആൺകുട്ടിയും പെൺകുട്ടിയും അടുക്കുന്നത് സർവ്വസാധാരണമാണ്. എന്നിരിക്കലും എത്ര ശക്തമായിരുന്നു, നേരുള്ളതായിരുന്നു ദേവരാജനും ശൈലജയ്ക്കും ഉണ്ടായിരുന്ന പ്രണയം. ശൈലജ അന്ന് 10ൽ പഠിക്കുന്നു. ദേവരാജൻ ബിരുദത്തിൻ്റെ 2ാം വർഷം. പ്രണയത്തിൻ്റെ ലഹരിയിൽ ദേവരാജനും മാർക്ക് കുറഞ്ഞു. മാർക്ക് കുറയുന്നത് അഭിമാനക്ഷതമായി തോന്നുകയാൽ ശൈലജ മനസ്സ് തെന്നിപ്പോവാതെ പരിശ്രമിച്ചു പഠിച്ചു. പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്ക് കിട്ടിയപ്പോൾ മെഡിസിൻ അയക്കണമെന്ന് ശൈലജയുടെ അച്ഛന് നിർബന്ധം. അന്ന് ദേവരാജനെ കാണാതിരിക്കുക ശൈലജയ്ക്ക് അസാധ്യമായിരുന്നു. ഒരു നോക്ക് കണ്ടാൽ മതി, 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും.
പക്ഷേ ശൈലജയുടെ കഴിവിൽ അഭിമാനിച്ചിരുന്ന ദേവരാജനാണ് അവളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത്. എംഭിലനായിരുന്നു അയാൾ അന്ന്. ശൈലജയ്ക്ക് ഏതെങ്കിലും ഒരു ബിരുദം എടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ദേവരാജന് തൊഴിൽ കിട്ടിയില്ലെങ്കിലും വിവാഹം കഴിക്കുക, കൃഷിയുള്ളതുകൊണ്ട് പ്രശ്നം വരാനില്ല എന്നായിരുന്നു അവൾ മനസ്സിൽ കരുതിയിരുന്നത്. ഒരു ഡോക്ടർ ആയില്ലെങ്കിൽ ഒരുപക്ഷേ കാമിതം നിറവേറുകയില്ലായിരുന്നു. അവളുടെ ഹൃദയത്തിൽ അടിവേരറുത്ത് പ്രണയത്തിൻ്റെ അടിവേരുകളിൽ നിന്ന് മാറ്റി നടണമെന്ന് അച്ഛന് തോന്നുമായിരുന്നുവോ? അച്ഛൻ നിശ്ചയിച്ച വിവാഹത്തിനെതിരെ നിരാഹാരം കിടന്നതാണ്. ഇഷ്ടവിവാഹം നടത്തിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് കഴിയാനെങ്കിലും സമ്മതിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ അച്ഛൻ്റെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിൽ പതറിപ്പോയി. പറഞ്ഞാൽ പറയുന്ന പോലെ പ്രവർത്തിക്കുന്ന സ്വഭാവമാണ് അച്ഛന്. ആ സാഹചര്യത്തിൽ ശൈലജ സ്വയം ഒടുക്കിയാൽ എന്തെന്ന് വ്യക്തിവിചാരം നടത്തിയതാണ്. ആത്മഹത്യ ഈശ്വര നിഷേധമായിട്ടേ എന്നും അവൾക്ക് തോന്നിയിട്ടുള്ളൂ. വേരറ്റ് തെറിച്ച ജീവിതം വീഴുന്നിടത്ത് വീഴട്ടെ എന്ന് കരുതി. ഗുരുവായൂർ വെച്ച് വിവാഹം. വേദിയിൽ വെച്ചാണ് വരനെ കാണുന്നത്. അപ്പോഴാണ് മനസ്സിലായത്, കണ്ട മുഖം ബാലചന്ദ്രൻ, അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ, ബാംഗ്ലൂർ പഠിച്ചു വളർന്ന ഒരു ഡോക്ടർ. ഒരിക്കൽ അച്ഛൻ ശൈലജയ്ക്ക് വേണ്ടി ഇതെല്ലാം തന്നയക്കുകയായിരുന്നു എന്ന വിശദീകരണം അന്ന് വിശ്വസിച്ചു. ഓർക്കേണ്ടതില്ലാത്ത ഒരു സംഭവം എന്ന നിലയ്ക്ക് അത് മനസ്സിൽ നിന്ന് തീരെ മാറിഞ്ഞു പോവുകയും ചെയ്തതാണ്. അതിജീവനമല്ലേ ജീവിതത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. അതുകൊണ്ട് വീണെടുത്ത് കിടന്ന് വേരുപിടിച്ചു. ദാമ്പത്യത്തിൻ്റെ ആദ്യ നാളുകളിൽ മാനസികമായി ആകെ തളർന്നിരിക്കുകയാണെന്ന സത്യം ബാലചന്ദ്രനെ അറിയിക്കാതിരിക്കാനായില്ല. അറിഞ്ഞപ്പോൾ ഒരു നല്ല സുഹൃത്താകുകയാണ് ബാലചന്ദ്രൻ ചെയ്തത്. ഒരുപാട് ക്ഷമിക്കുകയും സഹിക്കുകയും ഉണ്ടായി. നല്ല ഡോക്ടർ, അതിലും നല്ല മനുഷ്യൻ. ബാലചന്ദ്രൻ സ്റ്റിയറിങ്ങിൽ പിടിച്ചിരിക്കുന്ന കൈകൾ, അവയ്ക്കരികെ പൊൻകാപ്പണിഞ്ഞ 2 കുഞ്ഞിക്കൈകൾ. എന്നും ഓർമ്മയിൽ വരുന്ന ചിത്രമാണിത്. മനസ്സിൽ അവസാനമായി പതിഞ്ഞ ചിത്രം. കാർ ഓടിക്കുന്ന സന്തുഷ്ടനായ ബാലചന്ദ്രൻ, മടിയിൽ മകൾ മിതാലി, അച്ഛൻ്റെ ഓമന. 2ാം പിറന്നാൾ കഴിഞ്ഞ അധികമായിരുന്നില്ല. കറുത്തു മിനുത്ത മുടി വകഞ്ഞ് പിക്ടെയിലുകളായി 2 വശത്തും ഉയർത്തിക്കിട്ടിയിരിക്കുന്നു. ഇടിമുഴക്കം പോലെ എന്തോ കേട്ടത് ഓർമ്മയുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് ബോധം തെളിഞ്ഞത് താൻ മാത്രം ബാക്കിയെന്ന് നീറി ഗ്രഹിച്ചെടുക്കാനായിരുന്നു. ഹോസ്പിറ്റലിൽ അച്ഛൻ വന്നു കുറ്റബോധത്തോടെ അടുത്തിരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ നിർവികാരമായി മൗനം പാലിച്ചതേയുള്ളൂ. ഒരു നാൾ ദേവരാജൻ വന്നു. അയാളുടെ വിവാഹം കഴിഞ്ഞിട്ടേറെ നാളായിരുന്നില്ല. മൗനത്തിൻ്റെ നീണ്ട നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ഇടറി സ്വരത്തിൽ പറഞ്ഞു, നിനക്ക് ധൈര്യം തരാൻ അന്ന് അറിവില്ലായിരുന്നു, ഇപ്പോൾ കഴിവില്ല. ആ കൈത്തലം ഒരു നിമിഷത്തേക്ക് നെറ്റിയിടത്തിൽ പതിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അണമുറിഞ്ഞുപോയി. കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. ഓർമ്മകളുടെ ഒരു വേലിയേറ്റം ഇപ്പോൾ ശൈലജയ്ക്കുണ്ടായി. വല്ലാത്തൊരു വിങ്ങൽ. വീണ്ടും ഒരു പ്രണയത്തെ അംഗീകരിക്കുകയാണ്. വീണ്ടും ഒരു ദാമ്പത്യത്തിനായി ഒരുങ്ങുകയാണ്. കുഞ്ഞനന്തുവായിരുന്നു പണ്ട് അനന്തകൃഷ്ണൻ. മുറ്റത്ത് പൊഴിയുന്ന ഇലഞ്ഞിപ്പൂക്കളും പറമ്പിൽ സർപ്പക്കാവും ഊഞ്ഞാൽ വള്ളികളുമായുള്ള അച്ഛൻ്റെ തറവാട്ടിൽ ബാല്യസ്മൃതികളിൽ കുഞ്ഞനന്തവും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഇളയ പെങ്ങളായ മാധവിയമ്മയുടെ മകൻ. 2 പേരും സമപ്രായക്കാർ. മാധവിയമ്മയുടെ ഭർത്താവ് അപ്പുക്കുട്ടമേനോൻ ആ നാട്ടിൽ തുടങ്ങിയ ബിസിനസ് പൊളിഞ്ഞു. അച്ഛൻ അപ്പുക്കുട്ട മാമയെ കഴിവില്ലാത്തവനായി കണ്ടു. അങ്ങനെ പെരുമാറി. അതോടെ കട വിറ്റ് സ്വന്തം നാട്ടിലേക്ക് അപ്പുക്കുട്ട മാമ പോയി. തനിക്ക് അവകാശപ്പെട്ട തറവാട്ടിൽ നിന്നിറങ്ങി മാധവിയമ്മയും ഭർത്താവിൻ്റെ കൂടെ പോയി. വലിയ സങ്കടമായിരുന്നു ശൈലജയ്ക്ക് ആ വേർപാടിൽ. പിന്നെ പതുക്കെ എല്ലാം മറന്നുപോയി. 3 മാസം മുമ്പ് ഹോസ്പിറ്റലിൽ സന്ദർശന മുറിയിൽ കണ്ട സുഭകനായ ചെറുപ്പക്കാരൻ അനന്തുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ശൈലജ സ്തബ്ധയായി. എൻ്റെ പിന്നാലെ അമ്മൂന്നും പറഞ്ഞ് നടന്ന കുഞ്ഞനന്തു. ഉറക്കെ വർത്താനം പറഞ്ഞ് എന്നെ വിരട്ടി നടന്നിരുന്നു ഫ്രോക്കിട്ട ഒരു ഭരണിക്കാരി. 2 പേരും ചിരിച്ചുപോയി. അനന്തകൃഷ്ണൻ്റെ കൂടെ വന്ന സുഹൃത്ത് രവീന്ദ്രനും. രവീന്ദ്രനെ കാണാൻ അനന്തകൃഷ്ണൻ അതിനോടകം പലവട്ടം ബാംഗ്ലൂർ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ശൈലജ ബാംഗ്ലൂരുള്ള കാര്യം അയാൾ അറിഞ്ഞിരുന്നില്ല. മനസ്സിൻ്റെ അടിത്തട്ടിൽ എവിടെയോ ഒരു സുപ്ത സ്മൃതിയിലായിരുന്നല്ലോ അവൾ. ദശാബ്ദങ്ങളുടെ അകൽച്ചയ്ക്ക് ശേഷം 6 മാസം മുമ്പ് തറവാട് കാണാൻ അമ്മ നിശ്ചയിച്ചപ്പോൾ കൂടെ തുണയ്ക്ക് പോയതാണ് അനന്തകൃഷ്ണൻ. പല വിവരങ്ങളുടെയും കൂട്ടത്തിൽ ശൈലജയുടെ വിലാസവും അന്ന് കിട്ടി. വൈദ്യവ്യത്തിൻ്റെ അസ്വസ്ഥമായ ഏകാന്തതയിൽ ജോലിയിൽ മനസ്സർപ്പിച്ച് കഴിയുന്ന പഴയ കളിക്കൂട്ടുകാരിയെ കാണണം എന്നുറപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ കണ്ടു, പിന്നെയും കണ്ടു. മിക്കവാറും വൈകുന്നേരങ്ങളിൽ, ചിലപ്പോൾ ഹോസ്പിറ്റലിലെ സന്ദർശന മുറിയിൽ, ചിലപ്പോൾ കബൺ പാർക്കിൽ.
ശൈലജയ്ക്ക് ഒഴിവുള്ളപ്പോൾ നന്ദി ഹിൽസിലേക്കൊരു യാത്ര. പരസ്പരം കാണാതിരുന്ന വർഷങ്ങളിലെ ചരിത്രം തോരാതെ പെയ്തിറങ്ങിയ വേദനകളായി, സന്തോഷങ്ങളായി, കഥകളായി. ബാംഗ്ലൂരിൽ അനന്തകൃഷ്ണൻ ചെലവഴിച്ച 2 ആഴ്ച പോയതറിഞ്ഞില്ല. യാത്രാസമയത്ത് ഒരു പിടി കദംബ പൊക്കൊലകൾ ശൈലജയ്ക്ക് കൊടുത്തു. നഗരസൗഹൃദങ്ങളുടെ ശൈലിയിൽ മുറിയിൽ ചെന്ന് തുറന്നാൽ മതി എന്ന നിർദ്ദേശത്തോടെ ചെറിയൊരു സമ്മാനപ്പൊതി. മുറിയുടെ ഏകാന്തതയിൽ ശൈലജ ആ പൊതി തുറന്നു. വെള്ളക്കല്ലുകൾ പതിച്ച ഒരു സ്വർണ്ണമോതിരം, ഒപ്പം ഒരു കുറിപ്പും. ഐ ഷാൽ ഡു ടു യു വാട്ട് സ്പ്രിംഗ് ഡസ് ടു ദ ചെറി ട്രീസ്. വർദ്ധിച്ച ഹൃദയവേഗതയോടെ ശൈലജ ആ കവിതാശകലം വീണ്ടും വായിച്ചു. വസന്തം ചെറി മരങ്ങളെ തൊടുന്നത് പോലെ. ഇല്ല, അത്ര സ്വച്ഛന്തമായി സ്വാഭാവികമായി എനിക്കെല്ലാം മറന്ന് ജീവിതം പുതുക്കാനാവുമോ? ആവില്ല എന്ന് സ്വയം പറഞ്ഞു കുറേ നാൾ നടന്നു. അനന്തകൃഷ്ണൻ്റെ ഫോൺ വരുന്നത് വരെ. അമ്മോ, ഇത് ഞാനാണ് അനന്തു. അന്ന് ഞാൻ കുറിച്ചത്. അവൾ ഇടയിൽ കയറി പറഞ്ഞു, മോതിരം കുറച്ച് അയവായിരുന്നു. ഒരു മോതിരം കൂടി ഇട്ടു ഇത് ഊരി പോവാതിരിക്കാൻ. ഫോണിൻ്റെ അങ്ങേത്തലയ്ക്കൽ ഒരല്പനേരത്തെ മൗനത്തിന് ശേഷം സ്വരം നേർത്ത് കേട്ടു. ഓ, ഹൗ വണ്ടർഫുൾ, യു ഹാവ് അക്സെപ്റ്റഡ്. ഐ ആം ദ ലക്കിയസ്റ്റ് മാൻ ഓൺ ദി എർത്ത്. വിവാഹം വേണ്ടെന്ന് തീർത്ത് പറഞ്ഞിട്ട് നീ ചെയ്യാൻ പോകുന്നത് എന്താണ്? അനന്തകൃഷ്ണൻ്റെ അച്ഛൻ വിസമ്മതം പ്രകടിപ്പിച്ചതങ്ങനെയാണ്. വേണ്ടെന്ന് പറയാനുള്ള ധൈര്യമില്ലാതെ ശൈലജയുടെ അച്ഛൻ ആലോചിച്ചിട്ട് മതി എന്ന് മകൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ തൻ്റെ ഇഷ്ടക്കേട് പ്രകാശിച്ചു. നാട്ടിൽ പോകാം, എൻ്റെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ. നന്ദി ഹൗസിലെ പച്ച പുൽമീട്ടിലിരുന്ന് അനന്തകൃഷ്ണൻ ശൈലജയോട് പറഞ്ഞു. അമ്മു തൽക്കാലം ലീവ് എടുക്കൂ. മുറ്റത്ത് അനന്തകൃഷ്ണൻ്റെ ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് ശൈലജ എഴുന്നേൽക്കാതെ കിടന്നു. പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, അവൾ കരുതി. അല്പനേരം കഴിഞ്ഞപ്പോൾ അയാൾ പ്രസാദവാനായി കയറി വന്നു. ഉറങ്ങിയോ? ഇല്ല, ഓരോന്ന് ആലോചിച്ച് കിടന്നു. ആലോചിച്ചോ? പക്ഷേ ആലോചിച്ച് വിഷമിക്കാൻ അനുവാദമില്ല. അയാൾ പൊതികളുമായി അവളുടെ കട്ടിൽ വന്നിരുന്നു. എന്നിട്ട് കീശയിൽ നിന്ന് തിളങ്ങുന്ന താലിമാല എടുത്ത് അവളെ കാണിച്ചു. അവളുടെ വിടർന്ന കണ്ണുകൾ നിറഞ്ഞു. അയ്യോ, എന്താ ഇത്? അയാൾ ശ്രദ്ധാപൂർവം അവളുടെ കണ്ണുകൾ തുടച്ചു. ഇനി വിഷമിക്കാൻ എൻ്റെ അനുവാദം വാങ്ങണമെന്നുള്ളത് ഇത്ര പെട്ടെന്ന് മറന്നോ? ശൈലജ ചിരിച്ചു. പുതിയ നിയമമല്ലേ, അനുസരിച്ച് ജീവിക്കാൻ ഇത്രയെങ്കിലും സമയം തരില്ലേ? തീർച്ചയായും, അയാൾ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ദലേർ മെഹന്തിയുടെ പാട്ടൊക്കെ കേട്ട് ഒരു ചായ കുടിക്കാം. പിന്നെ കല്യാണസാരിയും മുണ്ടും കാണണ്ടേ? ശൈലജ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഒരു വേട്ടാളൻ ഏകദാനമായ ഹുംകാരത്തോടെ മുറിയിൽ കടന്ന് വട്ടമിട്ട് കറങ്ങി. അനന്തകൃഷ്ണൻ അതിനെ ശ്രദ്ധിക്കുന്നത് ശൈലജ കണ്ടു. ഇതിൻ്റെ ഒരു കാര്യം, ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് സ്വന്തമായി, അയാൾ പറഞ്ഞു. കണ്ടില്ലേ അതിൻ്റെ നിലം തൊടാ മണ്ണ്? ശൈലജയുടെ ഉള്ളിൽ ഒരു വെളിച്ചം നീറിപ്പിടിഞ്ഞു. നിലം തൊടാതെ നിൽക്കുന്ന മണ്ണ്, എന്തൊരു സങ്കല്പം! ശൂന്യതയിൽ താങ്ങില്ലാതെ കറങ്ങുന്ന ഭൂഗോളം, അങ്ങനെയല്ലേ? എന്താണത് അനന്തു? അവൾ ചോദിച്ചു. ലാംപ് ഷെയ്ഡിൽ നോക്കൂ. വേട്ടാളൻ്റെ കൂടല്ലേ? അതിനിവിടെ പറയുന്നത് നിലം തൊടാ മണ്ണെന്നാ. അനന്തകൃഷ്ണൻ ചിരിച്ചു. ചെയ്യരുതാത്തത് എന്തോ ചെയ്തിട്ട് ബ്രഹ്മാവിൻ്റെ ശാപം കിട്ടിപ്പോലും. പുഴുക്കളെ കൂട്ടിലടച്ച് അതിന് ചുറ്റും കറങ്ങി മന്ത്രം ജപിച്ച് പുഴുക്കൾ സ്വന്തം രൂപത്തിലാകുന്നത് വരെ. എന്തു ചെയ്യാൻ പോകുന്നു? അവൾ വീണ്ടും ചോദിച്ചു. ഞാൻ ഈ മേശപ്പുറത്ത് കയറി നിന്ന് സ്കെയിൽ കൊണ്ട് അത് കുത്തിപ്പൊട്ടിച്ച് കളയാൻ പോകുന്നു. അകത്തെ നീറുന്ന പ്രകാശം തീഷ്ണത പൂണ്ട് ഹൃദയത്തെ പൊള്ളിച്ച് പ്രപഞ്ചത്തിലേക്ക് വീശുന്നതായി ശൈലജയ്ക്ക് തോന്നി. ചലനത്തിലെ നിശ്ചലിതത്വമായ ശൂന്യതയിൽ നിലകൊള്ളുന്ന ഭൂമി, തിളയ്ക്കുന്ന വെളിച്ചത്തിൻ്റെ പിണ്ഡമായി ഒന്നിലും തൊടാതെ സൂര്യൻ, പരസ്പരം തൊടാതെ ഈ ബ്രഹ്മാണ്ടം, കോശങ്ങൾക്കകത്ത് പരസ്പരം തൊടാതെ കറങ്ങുന്ന തന്മാത്രകൾ. ശൈലജയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്ഥാവരം ഇച്ഛിക്കുന്ന നശ്വരമായ അനന്തകോടി ജീവികളുടെ അവസ്ഥ. സ്വന്തം ശരീരത്തിലെ ഉറവകൾ കൊണ്ട് പൊടിമണ്ണിൽ ഔഷധം കലർത്തിക്കൊഴിച്ച് മനുഷ്യർക്ക് തട്ടിക്കളയാവുന്ന കൂട് കെട്ടുന്ന വേട്ടാളൻ. അതിൻ്റെ വിവേകശൂന്യത തന്നെയല്ലേ അരക്ഷിതമായ ചില്ലകളിൽ കൂടുണ്ടാക്കി മുട്ടയിടുന്ന കുഞ്ഞു കിളികൾക്ക്. ചക്രങ്ങൾക്കിടയിൽപ്പെട്ട് ചതഞ്ഞരയാവുന്ന വഴികൾ താണ്ടി പൊത്തു തേടിപ്പോകുന്ന സർപ്പങ്ങൾക്ക്. നഗരപാലകരുടെ ബുൾഡോസറുകളെ ഓർക്കാതെ
പുറമ്പോക്കുകളിൽ ഉയർന്നു വരുന്ന ചേരകൾക്ക് മണ്ണിനടിയിലെ വിള്ളലറിയാതെ മുകളിൽ പൊങ്ങുന്ന അമ്പരചുംബികൾക്ക് ജീവിതത്തിൻ്റെ ഒരു മഹാപ്രവാഹം ശൈലജയുടെ സിരകളിലിരുമ്പി. അവൾ ഓടിച്ചെന്ന് അനന്തകൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. അയാളുടെ കഴുത്തിൽ മുഖം ചേർത്ത് അവൾ വിങ്ങിപ്പൊട്ടി. എന്തു പറ്റി അമ്മു? അനന്തകൃഷ്ണൻ പരിഭ്രാന്തനായി. ആ കൂട്ടിനകത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. അരുത്, കരയരുത്. അയാൾ അവളുടെ മൂർധാവിൽ വാത്സല്യത്തോട് ചുംബിച്ചു. ഇറുകെ പുണർന്നു. അയാളുടെ കണ്ണുകളും സ്നേഹത്താൽ നിറഞ്ഞു. നന്ദി.